അച്ചുമോന്റെ പാറമോളുടെ യൂണിഫോം ഒക്കെ തേച്ച് വെക്കാണ് കേട്ടോ. ഇത് ദീപാവലിയുടെ അന്നുള്ള വീഡിയോ ആണ്. യൂണിഫോം ഒക്കെ അച്ചുമോൻ തേക്കും, പക്ഷെ ഒന്ന് കടയിൽ പോയി സഹായിച്ചുകൊണ്ട് തീരെ വയ്യ, അതുകൊണ്ട് ഞാൻ തേച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ദേ വീഡിയോയിലേക്കൊക്കെ നോക്കി എന്തൊക്കെയോ പ്രഹസനം ചെയ്യാണ്, വെറുതെ ഒരു രസം. അത് കഴിഞ്ഞ് ദേ വൈകുന്നേരം ആകുമ്പോൾ അമ്മ ഈ കിടക്ക എന്നും ഇട്ട് കൊടുക്കട്ടെ പാറമോൾക്ക്. ഇതൊരു പഞ്ഞിക്കിടക്കാണ് കേട്ടോ, കിടക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഇത് ഇട്ടിട്ടാണ് അമ്മയും പാറും അതിൽ കിടക്കുക കേട്ടോ. ചില ദിവസം അവർ മുറിയിലും കിടക്കും. ഇത് ഇട്ട് കഴിഞ്ഞാൽ പാറുവിന് പിന്നെ അതിലൊരു കളിയുണ്ട് കേട്ടോ. ചിലപ്പോൾ അവളെ എടുത്ത് ചാടും, ഇതുപോലെ അതേ സാരി ഒക്കെ എടുത്ത് കളിക്കും. ഇത് പുതപ്പാണ് കേട്ടോ, അതുകൊണ്ട് സാരി എടുത്ത് കളിക്കും. പിന്നെ അതിന്റെ പാവേനെടുത്ത് ഈ പുതപ്പൊക്കെ ചുറ്റി കളിക്കും. അങ്ങനെ അവളുടെ കളി അവിടെ നടന്നുകൊണ്ടേയിരിക്കും. അമ്മ അവിടെ പയറ് നന്നാക്കാണ്. ആ സമയം കൊണ്ട് അമ്മ കാബേജ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിറ്റേ ദിവസത്തേക്ക്. പിന്നെ ഞാൻ സാമ്പാർ വെക്കാനുള്ള പരിപാടിയിലാണ്. പിന്നെ നമ്മുടെ അരി ഞാൻ തലേ ദിവസം തന്നെ തിളപ്പിച്ച് ഇറക്കി വെക്കാറുണ്ട്. ഇത് പുതിയ ഡാർക്ക് ഫാന്റസി ആണ് കേട്ടോ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കടയിൽ വന്നപ്പോൾ ഒരെണ്ണം എടുത്തതാണ്. പിന്നെ ഞാൻ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ കഴിച്ചു. പക്ഷെ അച്ചുമോൻ വന്നപ്പോൾ ഞാൻ അച്ചുമോന് വേഗം ഒരു ഗ്ലാസ് കൊടുക്കുകയാണ് കേട്ടോ. പാറമോൾക്ക് പിന്നെ ആർക്ക് എടുത്താലും അതിൽ നിന്ന് വേണം. അച്ചുമോന് ഞാനൊരു സ്ട്രോ ഇട്ട് കൊടുത്തപ്പോൾ പാറമോൾ എനിക്ക് സ്ട്രോ ഇട്ടത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ പിന്നെ കുറച്ച് അവൾക്ക് കൊടുത്തു, പിന്നെയാണ് അച്ചുമോന് കൊണ്ട് കൊടുത്തത്. അങ്ങനെ ഞാൻ ഡാർക്ക് ഫാന്റസി ഒക്കെ പൊട്ടിച്ചൊരു പാത്രത്തിൽ ഇടുകയാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ കളറ്. അപ്പൊ എനിക്ക് ഉറപ്പായി പാറമോൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല എന്ന്. എന്താണെന്നറിയോ, ഇതിന് കോക്കനട്ടിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹേസൽനട്ട് ആണ് ഇതിന്റെ ഫ്ലേവർ. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടമായി, പക്ഷെ പാറമോൾക്ക് ഇഷ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ പാറമോള് പറഞ്ഞു എനിക്ക് ഇഷ്ടമായില്ല അമ്മയെന്ന്. എന്നാലും പുതിയതല്ലേ, ഒരെണ്ണം കഴിച്ചു നോക്കാന്ന് വെച്ചാൽ കടയിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ പൊളിച്ചിട്ട് അച്ചുമോനും അമ്മയ്ക്കും കൊണ്ടുപോയി കൊടുത്തു കേട്ടോ. അങ്ങനെ അച്ചുമോനും അത് ഇഷ്ടമായി. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും പണികൾ തുടങ്ങുകയാണ്. സാമ്പാർ വെക്കുന്ന പണികളാണ് കേട്ടോ. അങ്ങനെ സാമ്പാർ വെച്ചാൽ പിറ്റേ ദിവസം അത് ഞാൻ ചൂടാക്കുക ചെയ്യാറ്, അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പോണേക്ക് മുമ്പ് എല്ലാം കഴിയില്ല കേട്ടോ. അങ്ങനെ സാമ്പാറൊക്കെ വെക്കാനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തത് അവസാനം നമ്മുടെ സാമ്പാർ കാണാൻ എന്താ ഭംഗിയില്ലേ. അങ്ങനെ ഞാനും പിന്നെ കുറച്ചു നേരം പയറൊക്കെ നന്നാക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പൊ പാറമോള് പറഞ്ഞു അമ്മ വിഷുവിന്റെ പടക്കം കമ്പിത്തിരി ഇരിക്കുന്നുണ്ടല്ലോ, അത് ഞങ്ങൾ പൊട്ടിക്കട്ടേന്ന്. അപ്പൊ ഞാനും വിചാരിച്ചു അവരത് പൊട്ടിച്ചോട്ടേന്ന്. അങ്ങനെ അവര് രണ്ടുപേരും കൂടി പടക്കവും കമ്പിത്തിരിയൊക്കെ കത്തിച്ചും പൊട്ടിച്ചൊക്കെ കളിച്ചു കേട്ടോ.